ത്തിലും അതിനോടുള്ള ഒരു അതിനെന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ചോദ്യവും ഇല്ലാത്ത നിലയിൽ അത് ചെയ്യുമ്പോഴാണ് നിസ്വാർത്ഥമായിട്ട് അതവിടെ ഇടുന്നത്. ഇട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് ഇപ്പം ഞാൻ പറയുമ്പോൾ വിത്തിടുമ്പോൾ അയാൾ കർഷകനത് വിത്ത് വരും തന്നെയാണല്ലോ വിചാരിക്കുന്നത്. ഇത് വരും, ഈ ചിന്തയിൽ കുഴപ്പമില്ല, ഇത് അള്ളാൻ്റെ നിയമമാണ്, അത് വരും. പക്ഷെ അത് ഇട്ട് കൊടുക്കുന്ന വേറൊരാളെന്ന് നമ്മൾ സദക്ക കൊടുക്കുമ്പോൾ ആ സദക്ക കൊടുക്കുന്ന ആൾ ഇങ്ങോട്ട് തരണമെന്നല്ല, ആ ഭൂമിയാണ് നമുക്ക് തരേണ്ടത്. എവിടെയാണ് ഇട്ടത്? അള്ളാൻ്റെ സംവിധാനമാണ് നമുക്ക് തരേണ്ടത്. അതേപോലെ ഒരു സംവിധാനത്തിൽ അത് തിരിച്ചു വരില്ല എന്നൊരിക്കലും വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞത് സാമ്പത്തികം എങ്ങനെ വളർത്താമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ സംവിധാനത്തിൽ നമ്മൾ ചെന്ന് ചേരുമ്പോൾ ആ സംവിധാനം മുഖേന അള്ളാഹു അതിനെ വളർത്തും എന്ന അള്ളാൻ്റെ ഒരു കൽപ്പന. ഇതിന് തെളിവാണ് അഹമ്മദിയ ജമാഅത്തിൽ ചന്ത കൊടുത്ത ഓരോ വ്യക്തിയും. ലോകത്ത് ദാനധർമ്മങ്ങളും പാവങ്ങളുടെ കഷ്ടപ്പാടുകളിലും അകപ്പെട്ട് താൻ സ്വയം കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ കഷ്ടപ്പാടിൽ പെട്ട ആൾ. സാധാരണ നമ്മൾ കഷ്ടപ്പെടുന്നതിൽ പങ്കുവയ്ക്കുക എന്ന് പറയും. ആർക്കെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കുക എന്ന് പറയും. ഒരാൾക്ക് ദുഃഖമുണ്ട്, ആ ദുഃഖം നമ്മളോട് പറഞ്ഞു അവൻ കരയണ കേട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ കണ്ണിൽ വെള്ളം നിറച്ചാൽ അത് ദുഃഖത്തിൽ പങ്കുചേരലല്ല, ചിലപ്പോൾ കൂട്ടലായിരിക്കും അത്. അതേ സമയത്ത് നമ്മൾ തിന്നുന്ന 4 റൊട്ടിയിൽ നിന്ന് 4 അപ്പത്തിൽ നിന്ന് 2 അപ്പം ഒരാൾക്ക് കൊടുത്ത് വിശക്കുന്ന ഒരുത്തന് കൊടുത്ത് അവൻ്റെ വിശപ്പും പകുതി നമ്മുടെ വിശപ്പും പകുതി അടയുമ്പോൾ അവൻ്റെ വിശപ്പിന് നമ്മൾ പങ്ക് ചേരുകയാണ് ചെയ്യുന്നത്. അവൻ്റെ വിശപ്പിൽ നമ്മൾ പങ്കു ചേരുന്നു. അതല്ല, നമ്മുടെ പഴയ റൊട്ടി, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വീട്ടിൽ പഴയ അപ്പം അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് പുതിയതുണ്ട്. പഴയത് നമ്മൾ തിന്നുന്നതല്ല, അതെടുത്തിട്ട് നമ്മൾ ദാനം ചെയ്താൽ അത് ദാനമല്ല, അതല്ലെങ്കിൽ നിങ്ങൾ വലിച്ചെറിയേണ്ടതാണ്. മറ്റവൻ്റെ ഇടങ്ങേറാണ്, അത് വേറെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ പങ്കുചേരുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മളുടേത് എടുത്തിട്ട് മറ്റവന് കൊടുക്കണം. അതിലാണ് പങ്കുചേരൽ. നമുക്കത് മനസ്സിലാകണം. അത് നമ്മൾ ഷെയർ ചെയ്തു എന്ന് വരണം, ആ ദുഃഖത്തെ നമ്മൾ ഷെയർ ചെയ്തു എന്ന് വരണം. അപ്പോഴേ പങ്കുചേരുന്നുള്ളൂ. ആ വിധത്തിലുള്ള സദക്കയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ആളുകളെ ഒരിക്കലും പരാജയപ്പെട്ട ഒറ്റ ആളെയും ലോകത്ത് കാണിക്കാൻ നിവൃത്തിയില്ല. ഖലീഫത്ത് മസീഹ് റാബി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരിക്കൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം വരെ ഇത് പോയിട്ടുണ്ട്, അതിൽ വളരെയധികം ഞാൻ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഹുസൂർ പറഞ്ഞു. ഒരിക്കലൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ, ഹുസൂർ പര്യടനത്തിന് പോകുമ്പോൾ, അവിടെ ഒരു ധനികനായിട്ടുള്ള ഒരാൾ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, ഹുസൂർ വരുമെന്ന് വിചാരിച്ചിട്ട്. അന്ന് ഖലീഫയല്ല, താങ്കൾ വരുമെന്ന് വിചാരിച്ച് ഞാനും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം, ഹുസൂർ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചു ആ ചന്ത കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ധനികനായിട്ടുള്ള ആൾ ചന്ത കറക്റ്റ് കൊടുക്കുന്ന ആളല്ല, പാവപ്പെട്ട ആൾ അവൻ്റെ കയ്യിൽ കിട്ടുന്നതിന് ചന്ത കൃത്യമായിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. അതൊരാൾ, അള്ളാഹുവിൻ്റെ പ്രീതരായിട്ടുള്ള ആളുകൾ ഒരാളടുത്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് വേറെ വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ആ തൃപ്തിക്കനുസരിച്ച് അയാൾക്ക് അതിനുള്ള പുരോഗതി ഉണ്ടാവും. അള്ളാഹുവിൻ്റെ തൃപ്തി അയാൾ ഇറങ്ങും, അതിനനുസരിച്ച് അവിടെ വേറെ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ മറ്റൊരു ലോകമാണ്. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ആ സമ്പത്തിൻ്റെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനവൻ കഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഷെയർ ചെയ്യുക. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഉള്ള ഒരാൾ 1 ലക്ഷം റുപ്യ ഒരാൾക്ക് കൊടുക്കുന്നതും 10 രൂപ വൈകുന്നേരം വരെ അധ്വാനിച്ചവൻ അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് കൊടുക്കുന്ന വ്യത്യാസമുണ്ട്. ഈ ഒരു നില ആണ് സാമ്പത്തിക ത്യാഗത്തിൻ്റെ നില. അല്ലാതെ പൈസയുടെ തോതല്ല, അവനവൻ കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതത്തെ ഷെയർ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ നിലയായിട്ട് കണക്കൂട്ടേണ്ടത്. അത്തരത്തിലുള്ള സദക്കയെ അള്ളാഹു വളർത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് പറഞ്ഞ ഉദാഹരണം അള്ളാഹു പ്രകൃതിയിലുള്ള ഒരു തത്വമാണ്. ആ തത്വം അനുസരിച്ച് ലോകം വളർന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലുള്ള ആളുകൾ ഒന്നുമില്ലാതെ സർവസ്വവും ത്യജിച്ചുകൊണ്ട് മക്കത്ത് നിന്ന് പലായനം ചെയ്ത ആളുകളായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അറേബ്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആളായിരുന്നു. അവസാന സമയത്ത് ഹസരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒരു കച്ചവട സംഘം, സിറിയയിൽ നിന്ന് പുറപ്പെട്ട കച്ചവട സംഘം മദീനയിൽ എത്തുന്നത് വരെ അതിൻ്റെ കച്ചവടം അവിടുന്ന് ബാക്കിയുള്ള സംഘം പുറപ്പെട്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും കൂടുതൽ സ്വത്ത് ഉണ്ടായിരുന്നൊരു കാലത്ത് ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കയറ്റി വരുന്ന സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് കൊണ്ടൊരു പക്ഷേ നീ എന്തോ അപകടത്തിൽ പെട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉടനെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വന്നിട്ട് പറഞ്ഞത്, എൻ്റെ മുഴുവൻ സ്വത്തും ഇസ്ലാമിനുള്ളതാണ്, എനിക്കൊന്നും വേണ്ടാന്ന്. ഞാൻ മക്കത്ത് നിന്ന് മദീനയിലേക്ക് വെറും കൈയോടുകൂടി വന്ന ആളാണ്, ഇന്ന് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇസ്ലാമിന് എപ്പോൾ ആവശ്യം വരുന്നു അതതിൽ നിന്ന് എടുക്കും, ഇപ്പം നീ തന്നെ അതിനെ കൊണ്ടു നടത്തേണ്ട കടമ നിനക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിധത്തിൽ ഉള്ള വളർച്ച ഉണ്ടായിട്ടുള്ളത് ഇതേ അവസ്ഥയിലാണ്. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കഥ. വീട്ടിലുള്ള മുട്ടുസൂചി ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തു കൊടുത്തു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. തൻ്റെ വീട്ടിലിരുന്ന സൂചി പോലും എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അബൂബക്കർ ഏറ്റവും കൂടുതൽ ധനികന്മാരുടെ കൂട്ടത്തിലായിരുന്നു ആ കാലഘട്ടത്തുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ അദ്ദേഹം വളർന്നു. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നവൻ ഒരിക്കലും നഷ്ടത്തിലാവുന്നില്ല എന്നതിന് തെളിവാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലും മക്കളുടെ കാലത്ത് തെഹ്രീക്ക് ജദീദിൻ്റെ ചന്ത ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഒരു കൊല്ലം ഞാൻ വാഗ്ദാനം ചെയ്തു, ആ കൊല്ലം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ ചന്ത ചില സമയത്ത് കൊടുക്കാൻ കഴിയാതെ ഇന്ന അവസ്ഥ ഉണ്ടാവാം. അടുത്ത കൊല്ലം വാഗ്ദാനം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂട്ടി ചെയ്ത്, പക്ഷേ ആ കൊല്ലം കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 3 കൊല്ലം ചന്ത ബാക്കിയായി, കൊടുക്കാൻ സാധിക്കുന്നില്ല. അവസാനം പിറ്റത്തെ 4ാമത്തെ വർഷം രേത്തിച്ചെല്ല എന്ന ഖാദിയാനിൽ ഇപ്പം നമ്മുടെ മറ്റേ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്ഥലം, ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് രേത്തിച്ചെല്ല. അത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അവിടെ വെറും ചതുപ്പ് നിലമായിരുന്നു. ആ സ്ഥലത്തുണ്ടായിരുന്ന സ്വത്ത് വിറ്റിട്ടാണ് പിന്നെ തയ്യാറി ചെയ്ത് കൊടുത്തത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ, പിൽക്കാലത്തുള്ള മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിധത്തിലുള്ള പട്ടിണിയും പരിവട്ടത്തിലോ മറ്റൊരു കഷ്ടപ്പാടിലോ നമ്മൾ കാണുന്നില്ല. മസീഹ് മുഴുവൻ കുടുംബവും ഇങ്ങനെയാണ് ജമാഅത്തിന് വേണ്ടി അർപ്പണം ചെയ്തിരുന്നത്. ഈവൻ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജൽസസാലാനക്ക് വന്നിട്ടുള്ള അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ ഭാര്യയുടെ ആഭരണം പണയം വെച്ച് കൊടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ തൻ്റെ അടുത്ത് ഡ്രസ്സില്ലാത്തതുകൊണ്ട് കൊടുന്ന പുതപ്പെല്ലാം കൊടുത്തുകൊണ്ട് ഒരു കോട്ടിൻ്റെ ഉള്ളിൽ മകനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന, നമ്മൾ ജൽസസാലാന ചന്ത എന്തിനാ കൊടുക്കുന്നതൊക്കെ തോന്നുന്നുണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ. ജൽസസാലാനക്ക് വന്ന ആളുകൾക്ക് തൻ്റെ എല്ലാം കൊടുത്ത്, വരുമാനത്തിൻ്റെ പകുതി മുക്കാലൊന്നല്ല, മുഴുവൻ കൊടുത്ത്, താൻ ഉറങ്ങുന്ന പുതപ്പും കൊടുത്ത്, തണുപ്പിൽ കോറിപ്പിടിച്ചിരിക്കുമ്പോൾ മകന് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഖലീഫത്ത് മസീഹ് സാനിയെ മടക്കി ചുരുട്ടി വെച്ച് രാത്രി തണുപ്പടിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന രംഗം കണ്ട സഹാബി അത് വിവരിക്കുന്നു. പക്ഷെ മസീഹിൻ്റെ കുടുംബത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ല, സാമ്പത്തികമായിട്ട് ആരും പരാധീനം അനുഭവിക്കുന്നില്ല. 600-ലധികം അംഗങ്ങൾ ഇന്ന് അതിനകത്തുണ്ട്, ഒരാൾക്കും ഒരു വിധത്തിലുള്ള കഷ്ടപ്പാടുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജൽസസാലാന ചന്ത അറിയുമ്പോൾ അതെന്തിനാന്നൊക്കെ തോന്നും. പക്ഷേ ജൽസസാലാനക്ക് ഭാര്യൻ്റെ ആഭരണം പണയം വെച്ചിട്ട്, എന്നിട്ട് പിറ്റേതാണ് ഒന്നുമില്ല, പിറ്റത്തെ സമയം വരുമ്പോൾ അവർ അള്ളാഹ് തന്നെ എനിക്ക് ആക്കണം, ഇനി എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് പിറ്റേന്ന് അള്ളാഹ് തൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വന്നത്, ആദ്യത്തെ പടിയിൽ ഖുർആൻ പറയുന്ന തൻ്റെ ഇത് തിരിച്ചു വരികയില്ല എന്ന നിലയിൽ അർപ്പണം ചെയ്യുന്ന ഒരു വിഭാഗം, പിന്നെ കച്ചവടത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതിന് ലോകത്തുള്ള പിന്നെ പ്രകൃതിയിൽ കാണുന്ന ഒരു കാര്യത്തെയും ഖുർആൻ എടുത്ത് മുമ്പോട്ട് വെക്കുന്നു. അതിന് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ അഹമ്മദിയ ചരിത്രത്തിൻ്റെ ആരംഭം ഇന്നും അതിന് സാക്ഷിയാണ്. ലോകത്ത് അഹമ്മദികളായിട്ടുള്ള ആളുകൾ ആരും തന്നെ ചന്ത കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരാൾ സാമ്പത്തിക പരാധീനതയിൽ കൊടുങ്ങാറില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ അള്ളാഹു കാത്തുരക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ അധികമൊന്നും തരേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ജമാത്തിൽ 10-50 കൊല്ലം കഴിഞ്ഞ ജമാത്തിൽ പോയിട്ട് അവിടെ ചന്തയുടെ രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചാൽ മതി. അവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ രജിസ്റ്ററിൽ അത് കാണാൻ സാധിക്കും, എന്തുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്നുള്ളത്. 1-2 അതിന് അപവാദങ്ങളുണ്ടെങ്കിൽ അതിന് വേറെ കാരണങ്ങളുണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ പൊതുവെ അങ്ങനെ കാണാറില്ല. ഇനി ലോകത്തുള്ള മറ്റൊരു നിസാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് തിജാറത്തിൻ്റെ നിസാമാണ്, കച്ചവടത്തിൻ്റെ നിസാമാണ്. എന്തിനാണ് ഈ ചന്ത കൊടുത്തിട്ട് ഇങ്ങനെ നിസാം ഉണ്ടാക്കി, മറ്റൊരു നിസാം ഉണ്ടായിക്കൂടെ? ഇപ്പോൾ ലാഭം വെച്ചിട്ട്, ലാഭത്തിൽ കച്ചവടം ചെയ്തിട്ട് അതിന് ലാഭം എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് ചിലവാക്കുന്ന ഒരു നിസാം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇസ്ലാമിൻ്റെ അനുവാദമില്ലാത്തല്ല, ആ നിലയിലും കൊണ്ടു നടക്കാം. അപ്പോൾ ഇസ്ലാമിന് ചന്തയില്ലാത്ത നമുക്ക് അങ്ങനെ നടത്താമല്ലോ. പക്ഷേ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കച്ചവടത്തിൻ്റെ നിസാമിലേക്ക് കയറണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ടത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്വത്തുണ്ട്, ആ സ്വത്ത് 2.5% നമ്മൾ സക്കാത്ത് കൊടുത്താൽ അത് തീരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മൻഫി പലോ നെഗറ്റീവ് സ്വഭാവമാണ് കാണുന്നത്, സ്വത്ത് നശിച്ചു പോകുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ മനുഷ്യനെന്ന നിലയിൽ ആരാണെങ്കിലും അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും.
അനാരും ശ്രമിക്കണില്ല, എല്ലാ കൊല്ലം സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണേ അവൻ വിഡ്ഢിയാണ് സംഗതി. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഞാൻ സക്കാത്ത് കൊടുക്കണമെന്നല്ല വിഡ്ഢി പറഞ്ഞത്, അതിനെ സംരക്ഷിക്കാൻ നോക്കണം. സക്കാത്ത് അതിൽ കൂടുതൽ കൊടുക്കാനും, പക്ഷേ അതിങ്ങനെ കൊടുത്ത് വീട്ടാനുള്ളതല്ല, അതിനെ വേറെ വിധത്തിലാണ് സംരക്ഷിക്കാം. കുറേ ആൾക്കാരൊക്കെ സ്വർണം വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താ അതിട്ട് ചെയ്യുന്നത് ആൾക്കറിയാം. ഇത് കൊടുത്ത് വീട്ടി കഴിയുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്യും? അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സക്കാത്തിന് കച്ചവടത്തിലേക്ക് ഇറക്കാൻ നിർബന്ധിതനായിത്തീരും. പക്ഷേ കച്ചവടത്തിൽ ഇറക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഒരാൾക്ക് സ്വന്തമായിട്ട് കച്ചവടം ചെയ്യാൻ കഴിയാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും കച്ചവടക്കാരല്ല, കച്ചവടം ചെയ്ത് ഉള്ളതും കൂടി നശിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന, സ്വന്തമാണെങ്കിൽ അവന് ചെയ്യും, കയ്യിലുള്ളത് വെച്ചിട്ട് അവൻ കച്ചവടം ചെയ്തതിനെ വർദ്ധിപ്പിക്കും. ഒരിക്കലും അത് മുഴുവൻ 2.5% കുറച്ച് കൊണ്ടുപോകാൻ അതിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് അവന് ആലോചിക്കാൻ ബുദ്ധിയുള്ള ആളാണെങ്കിൽ. അപ്പോൾ കച്ചവടം ചെയ്യാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പണി കച്ചവടത്തിന് വേണ്ടി മറ്റൊരാൾ അതിനുള്ള ഗുണമുള്ള ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ആൾ ശ്രമിക്കുമ്പോഴുണ്ടാകാൻ പോകുന്നൊരവസ്ഥ, ഏതെങ്കിലും അമാനത്ദാർ അല്ലാത്ത, വിശ്വസ്തനല്ലാത്ത ഒരുത്തൻ്റെ കൊടുത്താൽ അവൻ കണക്കിൽ കാണിച്ചു തരും. മുഴുവൻ കൊടുത്ത പൈസ മുഴുവൻ കണക്കിൽ കാണിച്ചു അവൻ നമ്മൾ കാണാറുണ്ട്. ഇന്നത്തെ ലോകത്ത് അത്തരത്തിലുള്ള ആളുകൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ തിരയുന്നത് കച്ചവടം ചെയ്യാൻ കഴിവുള്ള ആളും കച്ചവടം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളും തേടിയെത്തുന്നത് കച്ചവടം ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം, കഴിവുണ്ടായിരിക്കണം, അതിൻ്റെ കൂടെ അയാൾക്ക് വിശ്വസ്തതയുണ്ടായിരിക്കണം. ഈ രണ്ട് സ്വത്തുള്ള ആളുകളെ തിരഞ്ഞിട്ടാണ് പിന്നെ മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നത്. അങ്ങനെ മുമ്പോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ എവിടുന്ന് കിട്ടും? ഇന്നത്തെ ലോകത്ത് അത് വളരെ കുറവാണ്. കഴിവുള്ളവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ വിശ്വസ്തനായിരിക്കില്ല, വിശ്വസ്തനാണെങ്കിൽ അവന് കഴിവുണ്ടായിരിക്കില്ല. അതേ സമയത്ത് ഇസ്ലാമിക ലോകത്ത് ഒരു ലോകം വളർന്നു വന്നാൽ, അത് വളർന്നു വന്നൊരു സമയത്ത് തൻ്റെ സ്വത്ത് ഒരിക്കലും തിരിച്ചെനിക്ക് ആവശ്യമില്ല, ഒരു നന്ദി പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് പോകുന്ന ഒരു വ്യക്തി, പലിശയിലുണ്ടാവുന്ന എന്താണ്? നേരെ തിരിച്ചൊരു സംവിധാനമാണ്. അവൻ്റെ സ്വത്ത് വളർന്നാലും വളർന്നില്ലെങ്കിലും എനിക്കെൻ്റെ വിഹിതം കിട്ടണം എന്ന് പറയുമ്പോൾ അവനോടുള്ള ശത്രുതയാണ് വളരുന്നത്. പരസ്പര വിദ്വേഷവും ശത്രുതയുമാണ് വളരുന്നത്, സ്വാർത്ഥതയുമാണ് അവിടെ ഉള്ളത്. സ്വാർത്ഥതയും പരസ്പര ശത്രുതയും പരസ്പര ജുഗുപ്സയും വളർന്നു വരുന്ന ഒരു സംവിധാനമാണ് പലിശയുടെ സംവിധാനമെങ്കിൽ, ഇവിടെയോ നിസ്വാർത്ഥമായിട്ടാണ് തൻ്റെ കയ്യിലുള്ളത് അവൻ കൊടുക്കുന്നത്. ഒരു ഇസ്ലാമിക ചട്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നും ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് പറയുമ്പോൾ അയാൾ മറ്റുള്ളവനോടുള്ള സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥതയുമല്ല, അവിടെ നടക്കാൻ പോകുന്ന അവനോടുള്ള സഹതാപമാണ്. അവൻ്റെ കയ്യിലുള്ള സ്വത്ത് കൊണ്ട് മറ്റുള്ളവരോട് സഹതാപപൂർവ്വം പെരുമാറുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വാർത്ഥ താല്പര്യം കാണിക്കുകയില്ല. തൻ്റെ കയ്യിലുള്ള സ്വത്ത് വെറുതെ വലിച്ചെറിഞ്ഞ് അവൻ അള്ളാഹു തന്നതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിടുന്ന ഒരാൾ മറ്റൊരു ആളുടെ സ്വത്തിനെ അപഹരിക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം വളരണമെങ്കിൽ ഈ സാമ്പത്തിക ത്യാഗം അനിവാര്യമാണ്. അങ്ങനെ വളർന്ന ഒരു സമൂഹം ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നമ്മൾ കാണുന്നു. ഇമാം അബൂ ഹനീഫ വളരെ വലിയ ഫഖീഹാണ്, അങ്ങേയറ്റം ഫിഖിലെ വലിയ പണ്ഡിതനാണ്. മറ്റ് അറിവുകളും അദ്ദേഹത്തിന് വളരെയധികം ഉണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, ജനങ്ങൾക്ക് ദർസും തദ്രീസും നടക്കുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കച്ചവടക്കാരിൽ ഒരാളുമായിരുന്നു. വിശ്വസ്തനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന സമ്പത്തുള്ള ആളുകൾ കച്ചവടത്തിന് വേണ്ടി ഏൽപ്പിക്കും. അദ്ദേഹം എനിക്കത് നോക്കാൻ സമയമില്ല, അത് വാങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ സഞ്ചിയിൽ, ചരിത്രത്തിൽ എഴുതി കിടക്കുന്ന സഞ്ചിയിൽ തങ്ങളുടെ പേര് എഴുതി കെട്ടി വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പോകാറാണ്. തൻ്റെ സ്വത്ത് കച്ചവടക്കാരനായ അബൂ ഹനീഫ ഉപയോഗിക്കുമെന്ന് വിചാരിച്ച് അതൊരിക്കലും ഞങ്ങൾക്ക് നഷ്ടം വരില്ല, അതിലൊരിക്കലും ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള അപകടമില്ല എന്ന് വിചാരിച്ച് സഞ്ചിയിൽ കെട്ടി വീട്ടിലേക്ക് വലിച്ചെറിയലാണ്. അവസാനം കച്ചവടത്തിൻ്റെ ലാഭവിഹിതം വരുമ്പോൾ ഈ സഞ്ചികളിൽ വന്നത് എഴുതി വെച്ച് അതിൽ തന്നെ കെട്ടിവെക്കലാണ്. അവരെ പേരായാലുണ്ടാവും, തിരിച്ചു വരുമ്പോൾ എടുത്തു കൊടുക്കും. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് സംവിധാനം. ഇത് ഒരാളോ രണ്ടാളല്ല, ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കച്ചവടക്കാരെ ഇസ്ലാം വളർത്തിയെടുത്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രോഗ്രാമുകളും ആ വിധത്തിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മക്കത്തുള്ള ബദവികൾ ഒന്നിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച്, അതായത് ബദവികൾ ഇപ്പോഴും ഈ കൊള്ളയടിക്കും കച്ചറടിക്കുന്നുണ്ട്, അതേപോലെ തന്നെയാണ് അന്നുള്ളത്. അവരുടെ വരുമാന മാർഗം എന്താണ്? ആരെങ്കിലും കച്ചവട സംഘം പോകുമ്പോൾ അവർ കൊള്ളയടിക്കും, അവരൊന്ന് പിടിച്ചു പിടിക്കും.
അല്ലാതെ അവർക്ക് സ്വന്തം അധ്വാനിച്ചിട്ട് കിട്ടുന്നതുകൊണ്ട് ആടിനെ മേച്ചിട്ടും ഒട്ടകത്തെ മേച്ചിട്ടും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ വരുന്നവനെ കൊള്ളയടിക്കലാണ് സ്വഭാവം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിന്നുകൾ വിശ്വസിച്ച കൂട്ടത്തിൽപ്പെട്ടത് ജിന്ന് ഇതൊക്കെയാണ്. ആ കാലത്തുള്ള ജിന്നുകൾ അഫ്ഗാനിസ്ഥാൻ മുതൽക്ക് ഇങ്ങോട്ടുള്ള ജിന്നുകൾ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അവർ വന്നപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവരെ എങ്ങനെ ഇസ്ലാമിൽ ഉൾക്കൊള്ളാന്ന് അവർക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ റസൂൽ ഒരു പ്രഖ്യാപനം നടത്തി, മദീനയിൽ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഭൂമിയുണ്ട്. ആർക്ക് വേണമെങ്കിലും ആ ഭൂസ്വത്ത് സ്വയം വന്ന് കൃഷി ചെയ്യാൻ തനിക്ക് കൃഷി ചെയ്യാൻ കഴിയാവുന്ന അത്ര സ്ഥലം എടുക്കാമെന്നും അതിൽ നിന്ന് ഇത്ര വിഹിതം ഇന്ന കാര്യത്തിന് ഉപയോഗിക്കണമെന്നുള്ളതെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ മല്ലന്മാരായിട്ടുള്ള ഈ ജിന്നുകൾ അഥവാ ബദവികളായിട്ടുള്ള ആളുകൾ മദീനയിൽ വന്ന് അവർ കൃഷിഭൂമിയിൽ ഇറങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയും ഉയർന്നതിൻ്റെ കൂടെ ഇവരുടെ കള്ളത്തരങ്ങളും ഒഴിവായി അവർ അധ്വാനിക്കുന്ന സമൂഹവുമായി മാറി. ഇസ്ലാമിൻ്റെ അവർ ഉന്നതമായിട്ട് സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇസ്ലാമിനെ ഉയർത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവർക്ക് തൊഴിലും കൊടുക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വിശ്വസ്തതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ശരിയായ ഒരു സൊല്യൂഷനാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്. ഇത് നമ്മുടെ മുമ്പിൽ ഇവിടെ നിലകൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് ചരിത്രത്തിൻ്റെ പഴയ താളുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യവസ്ഥിതിയാണ് ജമാഅത്ത് ഇന്ന് നിലവിൽ വരുന്നത്. മറ്റൊരു സ്ഥലത്ത് നമുക്കിത് കാണാൻ സാധിക്കില്ല. അപ്പോൾ അഹമ്മദിയ ജമാഅത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് പൈസ കിട്ടുന്നെന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, ആരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വെച്ച്. കാരണം ബ്രിട്ടീഷുകാരുടെ ചന്തയും ഇന്ത്യക്കാരൻ്റെ ചന്തയും സൊമാലിയക്കാരൻ്റെ ചന്തയും അത് അവരെടുക്കുന്ന വരിപ്പണവും ആഫ്രിക്കക്കാരൻ്റെ വരിപ്പണവും ഗൾഫുകാരൻ്റെ വരിപ്പണവും ഒക്കെ ചെന്ന് ചേരുന്നത് അഹമ്മദിയ ജമാഅത്തിൻ്റെ ബൈത്തുൽ മാലിക്കാണ്. അതെല്ലാം പാടെ ഒരുമിച്ച് കുറഞ്ഞ് എവിടെയാണോ അത് ഉപയോഗിക്കേണ്ടത് അവിടേക്ക് ഖലീഫ നിശ്ചയിക്കുന്ന സമിതിയും ഖലീഫയുടെ അനുമതി കൂടിയും അത് ഉപയോഗിക്കുന്നത്. അതിൽ ബ്രിട്ടീഷുകാരുടെ പൈസ ഉണ്ടാവും, സൊമാലിയക്കാരൻ്റെ പൈസ ഉണ്ടാവും. നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പൈസ ഒറ്റക്കല്ല, ഉഗണ്ടക്കാരൻ്റെ പൈസയും കിട്ടുന്നുണ്ടെന്ന് പറയണം അവരോട്. അഹമ്മദിയ ജമാഅത്തിന് ബ്രിട്ടീഷുകാരുടെ പൈസ ഇട്ട് മാത്രം വളരുന്നല്ല, ഉഗണ്ടക്കാരൻ്റെ പൈസയും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തിനാണ് നിങ്ങളത് ഒഴിവാക്കണമെന്ന് ചോദിക്കാം. അപ്പം വാസ്തവത്തിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ മാലി നിസാം അഥവാ സാമ്പത്തിക നിസാം എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു നിസാമിനെ വളർത്തിയെടുത്ത് അതിലൂടെ വളരുന്ന മറ്റൊരു സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ജനം വളർന്നു വന്നാൽ ഒരിക്കലും ആ ജനത്തിൻ്റെ ഇടയിൽ വിശ്വസ്തതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല, അവിശ്വസ്തതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. വിശ്വസ്തമായൊരു സമൂഹത്തിന് മാത്രമേ വളർത്താൻ കഴിയുള്ളൂ. ചന്ത കൊടുക്കാതെ വളരുന്നതോ അത് വിശ്വസ്തമായ സമൂഹം വളരാൻ നിവൃത്തിയില്ല. അവൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ അവനതിൽ പങ്കുചേരാതെ മാറി നിൽക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തത വളരൂല, അവരിൽ സ്വാർത്ഥത പോവുകയുമില്ല, സഹതാപം എന്നുള്ള ഒരവസ്ഥയും അവരിൽ വരികയില്ല. മറ്റൊരു വ്യവസ്ഥ ഇതിന് നേരെ കത്തിവെക്കുന്ന മറ്റൊരു പരിപാടിയാണ് പലിശയുടെ വ്യവസ്ഥ ഇതിലേക്ക് പോവുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ വളർത്തിയെടുക്കുമ്പോൾ അതിൽ സ്വാർത്ഥതയുടെയും പരസ്പര ശാസ്ത്ര മനോഭാവത്തിൻ്റെയും ശത്രുതയുടെയും മാത്രം ഒരു വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള പലിശ വ്യവസ്ഥ ഏത് രൂപത്തിൽ വന്നാലും അതിന് എത്ര കഴുതനെ പട്ടിയാക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ പട്ടിയെ കാളയാക്കുന്ന സ്വഭാവം എന്നല്ലാതെ ഒന്നും അതിന് പറയാൻ നിവൃത്തിയില്ല. നിശ്ചിതമായിട്ടൊരു പ്രോഫിറ്റ് നേരത്തെ നിശ്ചയിക്കപ്പെട്ടാൽ അതാണ് പലിശ എന്ന് ഖലീഫത്ത് മസീഹ് സാനി എക്കണോമിക് സ്ട്രക്ചർ ഇൻ ഇസ്ലാമിക് സൊസൈറ്റി, അത് ന്യൂ വേൾഡ് ഓർഡർ എന്നും നിസാമെ നൗ എന്നും 2 പുസ്തകങ്ങൾ ഓതൂർ ഇക്കാര്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു വ്യവസ്ഥിതി വരുമ്പോൾ അതിൽ ഇത്ര 2,000 റുപ്യാണ് 1,00,000 റുപ്യ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പലിശ തന്നെയാണ്. അതിന് എന്തെന്നെ കഥ പറഞ്ഞിട്ടും കാര്യമല്ല. അതാണ് ഖലീഫത്ത് മസീഹ് റാബി പറഞ്ഞത്, നിങ്ങളൊരു പന്നിനെ പിടിച്ചുകൊണ്ട് നല്ല കോഴിയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അതൊരിക്കലും ഹലാൽ ഹറാമായി തീരൂല, ഹറാമ് ഹലാലായും തീരൂല. ഈ ഒരു വ്യവസ്ഥിതിയിൽ നമ്മൾ എത്ര പങ്കെടുത്താലും ആ പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയെ തകർക്കുന്നതിന് തുല്യമാണ്. ഇതിൽ ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന നല്ലൊരു വിഭാഗം ജമാഅത്തിലുണ്ട്. അത് കച്ചവടക്കാരാകട്ടെ, വലിയവരാകട്ടെ, ചെറിയവരാകട്ടെ. അതിനെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി തിരുമനസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചില ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ നമ്മെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് കൂടി ഇതിൽ ചേർത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ കഞ്ചൂസ് അഥവാ
ലുബ്ധൻ ഉണ്ടാവുന്നില്ല. കാരണം ലുബ്ധ അവന് കാണിക്കാൻ നിവൃത്തിയില്ല. അതിനുള്ള ഒരു കാരണം കൂടി പറയേണ്ടതുണ്ട്. ഒമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അവർ ചെലവഴിക്കുമെന്നാണ് ആദ്യം തന്നെ അവൻ പഠിപ്പിക്കുന്നത്. അവർക്ക് എന്ത് നൽകിയോ അതിൽ നിന്ന് അവൻ ചെലവഴിക്കണം. ചെലവഴിക്കാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഖുർആൻ പറഞ്ഞ എവിടെയൊക്കെ ചെലവഴിക്കണ്ടൊക്കെ ചെലവഴിക്കേണ്ടി വരും. അതിലൊരു ഭാഗത്ത് അവൻ ചെലവഴിക്കുന്നില്ലെങ്കിൽ ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചെലവഴിക്കുന്നവനായി തീരൂല. ഉദാഹരണമായി അവൻ്റെ നഫ്സിന് നഫ്സിക അലൈക ഹക്കുൻ, നിന്റെ നഫ്സിൻ്റെ മുകളിൽ നിനക്ക് പാല നഫ്സിക ഹക്കുൻ, നിന്റെ നഫ്സിൻ്റെ മുകളിൽ നിനക്ക് ഹക്കുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരാൾക്ക് ആവശ്യമായ ഭക്ഷണം കഴിക്കുകയും അവന് വേണ്ട വിദ്യാഭ്യാസം നേടുകയും അവന് ജീവിക്കേണ്ട നിലയിൽ ജീവിക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ നഫ്സിൻ്റെ ഹക്കാണ്. അത് ഒഴിവാക്കിയാൽ ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ടതെന്ന് ചെലവഴിക്കുമെന്ന് ഖുർആൻ പറഞ്ഞ ഒരു ഭാഗം അവൻ ഒഴിവാക്കി എന്ന് പറയേണ്ടതാണ്. അവനൊരിക്കലും ഇന്ന് ഒഴിവാക്കാൻ നിവർത്തിയില്ല. അവൻ്റെ മാതാപിതാക്കൾക്ക് ചെലവഴിക്കാൻ അവനോട് ഖുർആൻ പറയുന്നു, അവരുടെ സമാധാനത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറയുന്നു. അതവൻ ചെലവാക്കിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ എത്ര ചന്ത കൊടുത്താലും അവൻ എത്ര ദാനധർമ്മം ചെയ്താലും മാതാപിതാക്കൾ അവൻ ഒഴിവാക്കിയാണെങ്കിൽ ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നതിൽ അവൻ ഉൾപ്പെടുകയില്ല. അതവനെ ഉൾപ്പെട്ടേ പറ്റൂ. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയണം ഒരാളെ കൊണ്ട്. കാരണം നമ്മുടെ ആ വിധത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നവർ പുറത്തു പോകില്ല. അപ്പോൾ അവരുടെ അവരുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എങ്ങനെ നിറവേറ്റുന്നു? കാരണം അവരൊരു സമയത്ത് അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു അതിനെ മറന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയൊരു കാലമുണ്ട്. നല്ല ആലോചിക്കേണ്ട ഒരു കഥയാണിത്. സ്വന്തം പട്ടിണി കിടക്കുകയും കഞ്ഞിയുടെ വെള്ളം കുടിക്കുകയും അതിലെ വറ്റുകോരി മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന മാതാക്കളുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് അതേ അവസ്ഥയിലാണോ അവർ വലുതായിട്ട് തിരിച്ചു പ്രതികരിക്കുന്നതെന്ന് അവർ ആലോചിക്കണം. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആവശ്യം ഇത്രയാണെന്ന് കണക്കൂട്ടുകയല്ലാതെ ഉമ്മയും വാപ്പയും അവരുടെ ആവശ്യം ഇത്രയാണെന്ന് കണക്കൂട്ടാതെയാണ് നമ്മളോട് പ്രതികരിച്ചത്. അതേ നിലക്ക് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അവരുടെ മനസ്സ് വേദനിക്കുകയാണെങ്കിൽ ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നതിൽ ഉൾപ്പെടാൻ നിവൃത്തിയില്ല. അത് കഴിഞ്ഞ് ഭാര്യയുടെയും മക്കളുടെയും ആവശ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നാം എന്ത് ഉടുക്കുന്നുവോ, നാം എന്ത് ഭക്ഷിക്കുന്നുവോ അതേപോലെ ഭാര്യമാരും അതിന് അർഹരാണ്. അതാണ് ഇസ്ലാം വെക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് കുറവ് വരുത്തുകയാണെങ്കിൽ ഒരിക്കലും അതിന് അധികം വെക്കുന്ന നമ്മുടെ കടമയാണ്. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അത് നമ്മളുടെ അതിലുള്ള എൻജോയ്മെൻ്റാണ്. പക്ഷേ അതിൽ കുറവ് വരുത്താനുള്ള അവകാശം ആർക്കുമില്ല. മക്കൾക്കും ഭാര്യമാർക്കും കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ, എങ്ങനെയാണോ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ഉടുക്കുന്ന വസ്ത്രവും നമ്മൾ താമസിക്കുന്ന സ്റ്റാറ്റസിൽ അവർ താമസിച്ചിരിക്കണം. അതിന് നമ്മളാൽ കഴിയുന്നത് എന്തോ നമ്മൾ ചെയ്തിരിക്കണം. അടുത്തു കഴിഞ്ഞാൽ ഉറ്റ ബന്ധുക്കളിൽ പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടും സഹിക്കുന്നവരെ നമ്മൾ സഹായിക്കേണ്ടി വരും. അതും ഖുർആൻ പറയുന്ന കാര്യമാണ്. അഖറബാനെ കുറിച്ച് അവരെ നമുക്ക് അവഗണിച്ചുകൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചിലവല്ല, നമ്മളിതനുസരിച്ച് ചിലവാക്കുന്നവരല്ല. ഇതുകൂടാതെ സമുദായത്തിൻ്റെ സാമൂഹികമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ചിലവാക്കേണ്ടി വരും. ഹസരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ ചിലവാക്കുന്നതിനുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു പള്ളിക്ക് പിരിവ് വെച്ച് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ട്, പക്ഷേ അതിന് ചിലവാക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമിൻ്റെ എതിരാളികൾ ഇസ്ലാമിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അന്ന് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഇന്നും അതിൻ്റെ ഗുണമുണ്ട്. നമ്മളെപ്പോലുള്ള ആളുകൾ നിലനിൽക്കുന്ന അതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഞാനൊരു പള്ളിക്ക് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ അത് പാപമായി മാറും. അതുകൊണ്ട് അതിനുവേണ്ടി എനിക്ക് ചിലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തരാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ചിലവുകൾ വരുമ്പോൾ ഏതാണ് നമ്മൾ ചിലവാക്കുന്നത്, ഏതിനാണ് ചിലവാക്കേണ്ടതുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നബി തിരുമേനിയുടെ അടുത്തൊരു സഹാബി എന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്വത്ത് മുഴുവനും ഞാൻ ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകുതി ചെയ്തോ, പകുതി നീ ഒഴിവാക്കുന്നു. ആദ്യം പറഞ്ഞു 1/3 എടുത്തോ, 1/3 ചിലവാക്കി ബാക്കി ഒഴിവാക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പകുതി ചെയ്യാൻ പറഞ്ഞു. പകുതിയിലും അധികം നിന്നില്ല. അവസാനം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ സ്വത്തിൻ്റെ 1/3 നിനക്ക് വസിയത്ത് ചെയ്യാം, ബാക്കി 2 നിന്റെ കയ്യിൽ വെക്കണം.
അപ്പോൾ അയാൾ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ എനിക്ക് കഴിയുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു നിന്റെ ശേഷം വരുന്ന മക്കളെ വഴിയാധാരമാക്കുന്നതിലുപരി നല്ലത് അവരെ നല്ല നിലയിൽ നിലനിർത്തി നിന്റെ വാരിസ്യങ്ങളെ നിലനിർത്തുകയും ഇസ്ലാമിന് സേവനം ചെയ്യേണ്ട പരിധി വരെ നീ ചെയ്യുകയും ചെയ്യുകയാണ് നിനക്ക് ഉത്തമം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെലവഴിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബന്ധങ്ങളും അനുബന്ധങ്ങളും എങ്ങനെയാണോ അതിനെ പരിഗണിക്കാതെ ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല. ഇങ്ങനെ ഒരാൾ പരിഗണിച്ച് വരുമ്പോൾ സാമൂഹ്യമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇപ്പം യുദ്ധത്തിൻ്റെ വേളയിൽ ചെലവാക്കാത്ത ആളുകളെക്കുറിച്ചും ചെലവാക്കിയ ആളെക്കുറിച്ചും ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഈ സമയത്ത് ഇസ്ലാമിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഇസ്ലാമിന് നമുക്ക് എങ്ങനെയോ അതിൻ്റെ പ്രകാശം അള്ളാഹ് നമ്മളെ ഹൃദയത്തിൽ സൂക്ഷിച്ചാണ്. അത് അള്ളാഹ് നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ്. ഈ പ്രകാശം കിട്ടാതെ നശിച്ചൊടുങ്ങുന്ന ഒരു സമുദായത്തെ നോക്കി അവർ നശിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അതിനുവേണ്ടി എന്തെല്ലാം പദ്ധതികളും പരിപാടികളും അള്ളാഹുവിൻ്റെ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അത് മുഴുവൻ നമ്മൾ ചെയ്തിരിക്കണം. അത് നമ്മൾ ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് മസീഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതിന്ന് സാമൂഹ്യമായിട്ടുള്ള ബാധ്യതകളൊന്നും നമുക്ക് മാറി നിൽക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് പിശുക്കനാവുക? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് പിശുക്കനാകാൻ ജീവിക്കാൻ പറ്റില്ല. അവൻ ചെലവാക്കേണ്ട സ്ഥലത്ത് ചെലവാക്കുന്ന ആളായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് കയറുമ്പോൾ അവൻ്റെ സമ്പത്ത് എവിടെ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ ഖലീഫത്തുൽ മസീഹ്, ഞാൻ സമയത്തിൻ്റെ പരിമിതി അനുസരിച്ചാണ് ചുരുക്കുന്നത്, ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു തഫ്സീർ കബീറിൽ ഒമിമാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന സ്ഥലത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 സ്ഥലങ്ങളിൽ ഒരു മൂമിൻ ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട്, അത് അതിന് 12 ആണെന്ന് ഓർക്കുന്നില്ല, എണ്ണി എഴുതിയിട്ടുണ്ട്. ഇന്ന സ്ഥലങ്ങൾ, അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഇനി ഇതിൻ്റെ മറ്റൊരു തത്വശാസ്ത്രം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ചെലവാക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്ന ഒന്നുമില്ല. അതും തഫ്സീർ കബീറിൽ തന്നെ സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നതാണ്. ചെലവാക്കിയാൽ നഷ്ടപ്പെടില്ല. പറയുമ്പോൾ ഇതെന്നുള്ള തിരിച്ചാണോ ചങ്ങായി പറയുന്നത്? നോക്കാം, തിരിച്ചാണോ നമുക്ക് നോക്കാം. അറിവ്, ഒരാൾക്ക് അറിവുണ്ട്, അത് വേറൊരാൾക്ക് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ? കൂടുതൽ ചെയ്യല്. ഒരാൾക്ക് ആയോധന കല അറിയും, അത് അയാൾ അഭ്യസിപ്പിക്കുകയാണ് വേറൊരാൾക്ക്, അയാൾക്ക് ആയോധന കല നഷ്ടപ്പെടാറുണ്ടോ? ഒരാളുടെ ഇനി ചെലവിക്ക് തന്നെ ഇറങ്ങിയാൽ വേണ്ട, അതിനേക്കാണ് എളുപ്പമുള്ള പണി അതാണല്ലോ. ഇതിപ്പം മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ സ്വത്തിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നമാണെന്ന് തോന്നണ്ട. ഖലീഫത്തുൽ മസീഹ് സാനി അത് വളരെ വിശദീകരിച്ച് പറയുന്നു. ഒരാളുടെ കയ്യിലുള്ള സ്വത്ത് അയാളുടെ മക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ചിലവാക്കുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? അയാളുടെ മക്കളും കുട്ടികളും വളർന്ന് അയാളെ സഹായിക്കാനായിത്തീരും. അപ്പോൾ അത് വളരുക ചെയ്തത് തളരുക ചെയ്തത്? അവർ വലുതാകുമ്പോൾ അദ്ദേഹത്തിന് സഹായിക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കാൻ കയ്യിൻ്റെ കൂടെ എത്തും. അതേസമയത്ത് മക്കൾ പോണ പാട്ട് നോക്കട്ടെ വിചാരിച്ചിട്ട് ചിലവാക്കാത്ത ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. വലുതായി കഴിഞ്ഞാൽ വാപ്പാൻ്റെ പണി നോക്കട്ടെ, നമ്മളെ പണിയൊക്കാർ വേറെ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ചെലവാക്കുന്നത് വളരുന്നോ തളരുന്നോ? ഇനി അയാളുടെ അയൽവാസികൾക്ക് വേണ്ടി ചിലവാക്കുന്നിരിക്കട്ടെ. അയൽവാസികൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ അയാളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും അയാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാനും ആൾക്കാരെല്ലാവരും ഉണ്ടാവും. അതേസമയത്ത് അയൽവാസി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ചില വീട്ടിൽ പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പ് അവിടെയല്ലോ ഒന്ന് ഇവിടെയല്ലോ എന്ന് പറയും. അയൽവാസിക്ക് എന്തോ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾ എന്തായിരിക്കും? അവരെ കൂടെ ആരും ഉണ്ടാവില്ല, അവരൊന്നും വളരില്ല. അവരെന്തെങ്കിലും പെടുമ്പോൾ അവരടുത്തും ആർക്കും ഒരു സാധാപൊന്നും ഉണ്ടാവില്ല, അതൊരിക്കലും വളരുന്നില്ല. ഇനി അയാൾ ഇതൊന്നുമല്ല, സമൂഹത്തിനാണ് ചെലവഴിക്കുന്നതിരിക്കട്ടെ. ഇതിപ്പം അടുത്തടുത്തായതുകൊണ്ട് കിട്ടും വിചാരിക്കാം. സമൂഹത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ നിലപാട് വളരും, അവരുടെ സാമ്പത്തിക നില വളരും. അത് മെച്ചപ്പെടുമ്പോൾ അവർക്ക് തന്നെയല്ലേ ഗുണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാൾ ഒരു സമൂഹത്തിൽ ചെലവഴിച്ചിട്ട് സക്കാത്ത് കൊടുക്കുന്ന അതിൻ്റെ സത്വം എന്താണ്? സക്കാത്ത് ഇപ്പോൾ നമ്മളെ കൈ കിട്ടിയ പൈസ മറ്റവന് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? നമ്മളെ കയ്യിൽ കിട്ടിയ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് കിട്ടിയല്ല. അങ്ങാടിയിലൊരു കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ നമ്മളൊരു കാട്ടില കൊണ്ടുപോയി സ്ഥാപനം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങാടി അവിടെയുള്ള ആൾക്കാർ താമസിക്കുന്ന അവരുടെ ഹക്ക് കൊണ്ടാണ് നമുക്ക് അവിടെ കച്ചവടം ചെയ്യാൻ കഴിയുന്നത്. അതിൻ്റെ 4 ഭാഗം ആളുകൾ താമസിക്കുന്നതുകൊണ്ടാണ് നമ്മളെ സ്വത്തിന് സംരക്ഷണം ഉള്ളത്. അത് കാട്ടിലാണെങ്കിൽ ആരെങ്കിലും അടിച്ചിട്ട് പോകും. അവിടേക്കുള്ള റോഡും അവർക്ക് നടക്കാനുള്ള സംവിധാനവും അവർക്കുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സ്വന്തം അവകാശമാണെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സമൂഹത്തിൻ്റെ സക്കാത്തിൻ്റെ സ്വത്ത് സ്വന്തം ഭക്ഷിച്ചാൽ അത് ഹറാമാണെന്നും അത് അവരുടെ സ്വത്താണ് ഇവൻ ഭക്ഷിച്ചതെന്നും അതുകൊണ്ട് ഇവൻ്റെ ഒറിജിനൽ സ്വത്തും കലക്കി കളയുന്ന. പാലിൽ തൈരിട്ടാൽ തൈര് മുഴുവൻ കേടുവരുത്തും.
ഇതേപോലെ സക്കാത്തിൻ്റെ സ്വത്ത് സ്വന്തം കയ്യിൽ വെച്ചാൽ സ്വന്തം സ്വത്തിനെയും അത് നശിപ്പിച്ച് കളയുമെന്ന് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്ത ഹദീസിൽ കാണും. ആ കാരണം അവരുടെ അവകാശമാണ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അവകാശമല്ല. ഇപ്പം ഞാൻ പറഞ്ഞതിന് തിരിച്ചാലോചിച്ച് നോക്കി. ഞാൻ ആദ്യം പറഞ്ഞ് നമ്മൾ ഒരിക്കലും കൊടുക്കുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് വലിച്ചെറിയാണ്. അല്ല, അവരുടെ അവകാശം അവരിലേക്ക് എത്തിക്കുന്നു, അത് അവിടെ തഴച്ച് വളരുന്നു. നമ്മുടെ അവകാശം നമ്മുടെ അടുത്ത് വളരാനുള്ള സാഹചര്യം, അവിടെയുള്ള തണലും അതിൻ്റേതായിട്ടുള്ള സഹായവും നമുക്കുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സാധനം ഭൂമിയിൽ ചെലവഴിച്ചിട്ട് നശിക്കുന്നതില്ല. അതിനെന്താണ് കാരണം എന്ന് വെച്ചാൽ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂന. റസഖ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന റിസ്ഖ് എന്ന് പറയും. ആ വാക്കിൻ്റെ അർത്ഥത്തിൽ അറബി നിരുക്തി അനുസരിച്ച് ഒരിക്കലും നിൽക്കാത്തതിനെയാണ് റിസ്ഖ് എന്ന് പറയുള്ളൂ. നമ്മൾ ഭക്ഷണത്തിനാണ് റിസ്ക് പറയില്ല, അത് ഭക്ഷണമായി പെട്ടതുകൊണ്ട് റിസ്ക് പറയണേ. അള്ള തരുന്ന ഏത് അത്ത, അള്ളാഹുവിൽ നിന്ന് ദാനമായി ലഭിക്കുന്ന അത്ത ഏതാണോ ഒരിക്കലും നിന്നു പോകാത്തതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ള തരുന്ന റിസ്ക്കിന് ചിലവാക്കുകയാണെങ്കിൽ അള്ള അത് നിർത്തൂല, അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ചെയ്യുക എന്നുകൂടെയാണ് ആരംഭത്തിൽ തന്നെ അള്ള പറഞ്ഞിട്ടുള്ളത്. നമ്മളത് നിന്നു പോകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ റിസ്ക് നല്ല ചിലവാക്കണം, ഹറാമായിട്ട് പിടിച്ചു വെച്ചിരുന്ന് ചിലവാക്കിയ സംഗതി പോകും. ഇതിൻ്റെ മറ്റൊരു വശോടി ഉള്ളതാണ്. ഓ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയ റിസ്ക്കിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിട്ടും പറിച്ചിട്ടും വാങ്ങുന്നതോ അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അപഹരിച്ചെടുക്കുന്ന സ്വത്തോ ചിലവാക്കലല്ല. ചില ആൾക്കാരുടെ കയ്യിൽ വൈക്കുന്ന കിട്ടിയ സാധനമാണ് നമുക്ക് ദാനം കൊടുക്കാൻ. വൈക്കുന്ന കിട്ടിയ സാധനം ദാനം കൊടുക്കാനുള്ളത് ആരതച്ച അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അല്ലാതെ ദാനം കൊടുക്കാൻ അവനാൻ്റെ കയ്യിലുള്ളത് കൊടുക്കാൻ നമുക്ക് മറ്റൊരു എടുത്ത് കൊടുക്കാൻ പാടില്ല. അത് ദാനം കൊടുക്കാൻ അവകാശമില്ല നമുക്ക്. അത് ആരാണോ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല, കടന്നോട്ടെ. അതല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കുവാണ്. അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല, മറ്റൊരു കൊടുക്കാനുള്ളതല്ല. അത് അതിൻ്റെ ആളതാണ്. അയാൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 റുപ്യ ഒരു വഴിയിൽ നിന്ന് കിട്ടി, നമ്മളൊരു പാവം പട്ടിണി കിടക്കുന്ന ഒരാളെ കണ്ടിട്ട് 100 റുപ്യ അവൻ ദാനം എടുത്തിട്ട് അവൻ പട്ടിണി കിടന്ന് അവൻ ജയിച്ചോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരുത്തിന് ആ 100 റുപ്യ തെരഞ്ഞു വരികയാണ്. അവന് മരുന്ന് വാങ്ങാനുള്ളതായിരിക്കും ചിലപ്പോൾ അത്. അപ്പോൾ മറ്റൊരു ചോറ് വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മരുന്ന് വാങ്ങാൻ ചത്തുപോകും. ഈ ഒരു അവസ്ഥയിലാണ് അത് അവിടെ നിലകൊള്ളുക. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒമിമ്മ റസഖ്നാഹും, നാം നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ളത് നമുക്ക് ചിലവഴിക്കാം. അള്ളാഹ് നൽകിയ റിസ്ക് എങ്ങനെയാണ് വരിക? ഈ പറഞ്ഞതൊക്കെ ചിലവഴിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് വളരുന്നതാണ് നമ്മുടെ അള്ളാഹു നൽകുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിനെ അള്ളാഹു വളർത്തുകയുള്ളൂ, മറ്റു സംവിധാനത്തെ അള്ളാഹു വളർത്തുകയില്ല, ക്ഷയിപ്പിക്കുകയേ ചെയ്യുള്ളൂ എന്ന് ഖുർആൻ തീർത്ത് പറയുന്നു. ഇനി വരാവുന്ന ഒറ്റ അപകടം കൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടരാം. ഞാനിപ്പോൾ പറഞ്ഞൊരു ചുരുക്കം. ഇപ്പോൾ പലിശയുടെ സംവിധാനത്തിൽ വളരുന്ന ഒരു ലോകത്ത് സ്വാർത്ഥതയും ജുഗുപ്സതയും, അതായത് പിന്നെ പരസ്പര ശത്രുതയും വളരുന്നു എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള യുദ്ധങ്ങളിലേക്കും വഴക്കുകളിലേക്കും അത് കൊണ്ടുപോകും. മറ്റൊന്ന് ഇൻഫ്ലേഷൻ എന്തെന്ന് പറയുന്നത്, പിന്നെ നാണയപ്പെരുപ്പം. കാരണം ആ സംവിധാനത്തിൽ അവിടെ നാണയപ്പെരുപ്പവും അതേപോലെ തന്നെ മൂല്യത്തകർച്ചയും ഉണ്ടാകുന്നുണ്ട്. ആ സംവിധാനത്തിൽ ഒരിക്കലും ഒരു സ്വത്തും വളരുന്നില്ല, അത് നശിക്കുകയാണ് ചെയ്യുന്നത്. ബാങ്കിൻ്റെ സംവിധാനങ്ങളൊക്കെ അതാണ് അതിന് കാരണം. ഇനി ഉള്ള മാലി നിസാം, ജമാഅത്തിൻ്റെ മറ്റ് ഇസ്ലാമിക മാലി നിസാം എന്ന് പറയുമ്പോൾ അതിൽ വ്യവസ്ഥിതിയിലുള്ളത് പരസ്പര സഹതാപവും കാരുണ്യവുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിൽ വളരുന്ന ഒരു സ്ഥലത്ത് പിന്നീട് കച്ചവടത്തിലും മറ്റു ബന്ധങ്ങളിലും അതേ പരസ്പര കാരുണ്യവും സഹതാപവും നിലനിൽക്കുകയും വിശ്വസ്തതയും നിലനിൽക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സമുദായം ലോകത്ത് വളരുകയേ ചെയ്യുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ ആത്യന്തിക വിജയത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അവിടേക്ക് എത്താൻ സാധിക്കാതെ ഈ ഒരവസ്ഥയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുന്ന അഹമ്മദികളുണ്ട്. കച്ചവടത്തിൽ ഇപ്പം ബാങ്ക് ഹോഡിയില്ലാതെ ഒരു കച്ചവടത്തിൽ ഒരാൾക്ക് പിന്നെ ചില പ്രൊഡക്ഷൻസ് അയാൾക്ക് സപ്ലൈ ചെയ്യില്ല. അപ്പോൾ ബാങ്ക് ഹോഡി എടുക്കാനും പാടില്ല, നമ്മൾ കുടുങ്ങിയില്ലെന്ന് തോന്നും. അപ്പോൾ കച്ചവടത്തിൽ ഉള്ള ആത്മഹത്യയായിട്ട് അത് മാറും, സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? പിന്നെ ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ കുടുങ്ങി പന്നിയിറച്ചി തിന്നും പോലെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയും വരും. അവിടെ ദുരഭിമാനവും മറ്റല്ല ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നത്